Hello dears, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന സ്റ്റാൻഡേർഡ് 8 സോഷ്യൽ സയൻസിലെ സെക്കൻഡ് ടേം ഇവാലുവേഷൻ 2023-24 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, എന്താണെന്ന് നോക്കാം. നമുക്ക് അറിയാലോ 50 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈം ആണ്. പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി വായിക്കുക. എന്നിട്ട് എന്താക്കുക, ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് മുന്നേ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി വായിക്കുക കേട്ടോ. പിന്നെ സ്കോറും ടൈമും ഒക്കെ നമ്മൾ നോക്കിയിട്ട് ചെയ്യണം. 2 മാർക്കിൻ്റെ നിങ്ങൾ കുറേ വാരി വലിച്ച് എഴുതുന്നു വേണ്ട, പോയിന്റുകൾ എഴുതിയാൽ മതി. അപ്പം അതിനനുസരിച്ച് നമ്മൾ എന്താക്കുക, എഴുതുക കേട്ടോ. നോക്കൂ, ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 5 ഈച്ച് ക്യാരീസ് 2 സ്കോർ. വിച്ച് ആർ ദ കളേഴ്സ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ഗിവൺ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഇൻ മാപ്സ്. അപ്പം ഈ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, മാപ്സിലുള്ള ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് കുറച്ച് തന്നിരിക്കുന്ന ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്ന കളേഴ്സ് ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. നാച്ചുറൽ വെജിറ്റേഷൻ ഏതാണ്? എന്താ, ഗ്രീൻ അല്ലേ. വാട്ടർ ബോഡീസോ ബ്ലൂ അല്ലേ. ഓക്കെ, റൈറ്റ് എനി 2 ഹ്യൂമൻ ആക്ടിവിറ്റീസ് ലീഡിങ് ടു സോയിൽ ഡിപ്ലീഷൻ. ഇനി 2 ഹ്യൂമൻ ആക്ടിവിറ്റീസ് ചെയ്യുക സോയിൽ ഡിപ്ലീഷൻ ലീഡ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ എന്താണ്? ഈ പോയിന്റുകളൊക്കെ എഴുതാൽ ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ഡീഫോറസ്റ്റേഷൻ, ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ്, പിന്നെന്താണ് അൺസയന്റിഫിക് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്, നോൺ degradable materials like plastic cause of pollution, overuse of a chemical fertilizers that alter the structure of soil, പിന്നെന്താണ് unscientific construction of quarrying, use of agricultural land for non-agricultural purpose, draining wastewater into soil on a large scale, overgrazing ട്ടോ. ഈ പോയിന്റുകളൊക്കെ എന്താക്കുക, അതിലേതെങ്കിലും 2 പോയിന്റ് എഴുതിയാൽ മതി. 2 എല്ലാവരും 3 എഴുതിക്കോ. ഏതെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ ഓക്കെ ഒരു 3 അറിയുന്ന ഒരു 3-4 എഴുതാം. 2 പോയിന്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് നോക്കിയേ. കംപ്ലീറ്റ് ദ ചാർട്ട് റിലേറ്റഡ് ടു ഋഗ്വേദിക് പീരീഡ്. ഋഗ്വേദിക് പീരീഡ് ആയിട്ടുള്ള ഋഗ്വേദിക് സൊസൈറ്റി ആയിട്ടുള്ള ചാർട്ടാണ്. ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഏതൊക്കെ നമുക്ക് എടുക്കാം. പ്രീസ്റ്റീസ്, സോൾജിയേഴ്സ്, കോമൺ പീപ്പിൾ. ഓക്കെ, പ്രീസ്റ്റീസ്, സോൾജിയേഴ്സ്, കോമൺ പീപ്പിൾ. ദെൻ നെക്സ്റ്റ് എന്താണെന്ന് നോക്കിയേ. ഹൗ ഡസ് ഗ്ലോബൽ വാർമിംഗ് ബിക്കം എ ത്രെറ്റ് ടു ദ ലൈഫ് ഫോംസ്. എങ്ങനെയാണ് ഈ ഗ്ലോബൽ വാർമിങ് ഈ ലൈഫിനെയൊക്കെ എന്താ ത്രെറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എങ്ങനെ എഴുതാം? ഈ ഗ്ലോബൽ വാർമിംഗ് എങ്ങനെയാണ് ഈ ലൈഫ് ഫോംസ് ജീവജാലങ്ങൾക്ക് ഭീഷണിയാവുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയൊക്കെ ഭീഷണിയാവുന്നത്, എങ്ങനെയാ? ഓക്കെ, എങ്ങനെയാണ്? സീ ലെവൽ മേ റൈസ് ആസ് എ റിസൾട്ട് ഓഫ് മെൽറ്റിംഗ് ഓഫ് എ polar ice. Destruction in the coastal ecosystem may lead to the problems such as a food crisis, large scale migration, etc. leads to the depletion of many species of plants and animals in the ecosystem. Okay, then next question എന്താണ് നോക്കിയേ. Write any 2 sources of information regarding the history of ancient Tamilagam. 2 സോഴ്സ് ഇതല്ലേ ഏൻഷ്യൻ തമിഴകത്തിനെ കുറിച്ചിട്ട്. സോഴ്സസ് ഓഫ് ഇൻഫോർമേഷൻ ഓൺ ദ ഹിസ്റ്ററി ഓഫ് ഏൻഷ്യൻ തമിഴകം ഏതാ? ദ മെഗാലിത്തിക് മോണുമെന്റ്സ്, ഏൻഷ്യൻ തമിഴ് സോങ്, കോയിൻസ്, ട്രാവലേജസ്, ട്രാവലോഗ്സ് അല്ലേ, തമിഴ് ഇൻസ്ക്രിപ്ഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? റൈറ്റ് എനി 4 ഫ്രം ക്വസ്റ്റ്യൻ 6 to 10 കേട്ടോ. ഈച്ച് ക്യാരി 3 സ്കോർ. ഇവാലുവേറ്റ് ദ അച്ചീവ്മെന്റ്സ് ഓഫ് ദി ഈജിപ്ഷ്യൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്. ഈജിപ്ഷ്യൻ്റെ ഫീൽഡ് ഓഫ് സയൻസിലുള്ള അവരുടെ അച്ചീവ്മെന്റ്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ദ achievements of Egyptian in the field of science? They formulated a solar calendar. As per this calendar, a year had 365 days. A year was divided into 12 months of 30 days each. The remaining 5 days were set aside for celebration. To determine time, they made sundial, a clock that tells time by the shadow cast by the sun, and made a water clock and that works on water current. Okay, then അടുത്ത എന്താണ്? കംപ്ലീറ്റ് ദ ടേബിൾ റിലേറ്റഡ് ടു ഗുപ്ത ലിറ്ററേച്ചർ. ഗുപ്ത ലിറ്ററേച്ചറായിട്ട് ബന്ധപ്പെട്ടുള്ള എന്താണ് ടേബിളാണ് കംപ്ലീറ്റ് ആക്കുക. റൈറ്റർ ആരൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അഭിജ്ഞാന ശാകുന്തളത്തിൻ്റെ ആരാണ്? അതുപോലെ അമരസിംഹം എന്താ എഴുതിയ ബുക്ക് ഏതാണ്? അതുപോലെ മുദ്ര രാക്ഷസ ആരതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, അഭിജ്ഞാന ശാകുന്തളം ഏതാണ്? കാളിദാസ് എഴുതിയ അല്ലേ. അമരസിംഹ എഴുതിയത് എന്താണ്? അമരകോശ. ഓക്കെ, പിന്നെ മുദ്ര രാക്ഷസ എഴുതി വിശാഖ ദത്ത അല്ലേ. ഓക്കെ, ദെൻ അടുത്തത് എന്താന്ന് നോക്കിയേ. ഹു ഇസ് ദ എക്സ്പോണന്റ് ഓഫ് എ ലൈസിസ്ഫെയറി തിയറി? ഇലൂസിഡേറ്റ് ദ തിയറി ഓഫ് എ ലൈസിസ്ഫെയർ. എക്സ്പോണന്റ് ഓഫ് തിയറി ഓഫ് ലൈസിസ്ഫെയർ എന്താ? ആദം സ്മിത്ത് അല്ലേ. തിയറി ഓഫ് ലൈസിസ്ഫെയർ എന്താണ്? ലിമിറ്റഡ് ഗവൺമെന്റ് ഇന്റർവെൻഷൻ in the economic activities, more freedom in individuals അല്ലേ. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്?
what were the changes that occurred in the life of the Aryans when they migrated from the Sapta-Sindhu region to Gangetic plain? എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിരിക്കുന്ന ആര്യൻസ് അവർ മൈഗ്രേറ്റ് ചെയ്തപ്പോൾ അവിടുന്ന് കുടിയേറി പാർത്ത പോലെ ഈ സപ്ത സിന്ധു റീജിയനിൽ നിന്ന് ഗംഗാറ്റിക് പ്ലെയിനിലേക്ക് കുടിയേറി പാർത്തപ്പോൾ ഈ ആര്യൻസിൻ്റെ ലൈഫിലൊക്കെ വന്ന ചേഞ്ചസും അതൊക്കെ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചേഞ്ചസ് occurred in the beliefs and customs of Aryans in Gangetic plain. Lord Indra and Agni lost their prominence. The gods like പിന്നെന്താണ് പ്രജാപതി ആൻഡ് വിഷ്ണു became more and more important. Complicated and complex ways of worship, means of worship and religious practice including the sacrifice of animals became costly. The priest became more powerful. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? മെൻഷൻ ദ റോൾ ഓഫ് എ ഉമാനാർ ഇൻ ദ ട്രേഡ് ഓഫ് ഏൻഷ്യൻ തമിഴകം. എന്താണ് ഈ ഏൻഷ്യൻ തമിഴകത്തിലെ ട്രേഡിൽ ഉമാനാറിന്റെ റോൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് റോൾ ഓഫ് ഉമാനാർ ഇൻ ദ ട്രേഡ് ഓഫ് ഏൻഷ്യൻ തമിഴകം? എന്താ? ദേ കളക്റ്റഡ് ഡ്രൈഡ് ഫിഷ് ആൻഡ് സോൾട്ട് ഫ്രം കോസ്റ്റൽ ഏരിയ ആൻഡ് എക്സ്ചേഞ്ച് ഇറ്റ് ഫോർ സ്പൈസസ് ലൈക്ക് പെപ്പർ ആൻഡ് ഫോറസ്റ്റ് പ്രോഡക്റ്റ് ഓഫ് ദ other tinase. The species collected by the Umanar were sold at trade centers in coastal towns from where they were exported to foreign countries. Okay, then next question നോക്കൂ. എന്താണ് ആൻസർ ഇനി 2 അല്ലേ? ഫ്രം ക്വസ്റ്റ്യൻ 11 to 13 രണ്ടെണ്ണം 4 മാർക്കാണ് സ്കോർ ചെയ്യുന്നത് കേട്ടോ. വാട്ട് ആർ ദ കോൺട്രിബ്യൂഷൻ ഓഫ് ബുദ്ധിസം ടു ഇന്ത്യൻ കൾച്ചർ? അപ്പോൾ ബുദ്ധിസമാണ് കേട്ടോ. ഇന്ത്യൻ കൾച്ചറിലുള്ള ബുദ്ധിസത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് കോൺട്രിബ്യൂഷൻസ് ഓഫ് ബുദ്ധിസം ടു ഇന്ത്യൻ കൾച്ചർ? എന്താണ്? ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് ദ സംഘാസ് which were formed for spreading Buddhism helped the growth of a democratic and value-oriented awareness in the society. For spreading Buddhism, many caves, chaityas, temples, viharas, monasteries and pillars were built. These are evidence for the progress in the field of art and architecture. പിന്നെ played a major role in promoting trade and cultural relations between India and neighboring countries. The Buddhist viharas played an important role in the progress of education. ഇതൊക്കെ നമ്മൾ പഠിച്ച സംഭവങ്ങളാട്ടോ. ഞാൻ ആൻസർ പറയുന്നതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾ എന്താക്കുക, ഇതൊക്കെ പഠിക്കുക കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് അറേഞ്ച് ദ ഐറ്റംസ് കോളം ബി അപ്രോപ്രിയേറ്റ് ഇൻ കോളം എ അല്ലേ? മാച്ച് ദ ഫോളോയിങ് ആണ് അല്ലേ? അപ്പോൾ ഗാന്ധിജീൻ്റെ ഏതാ വരുന്നത്? ഹിന്ദു സ്വരാജ് അല്ലേ? ചാണക്യ, ആൽഫ്രഡ് മാർഷൽ, ആദം സ്മിത്ത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഗാന്ധിജി ഹിന്ദു സ്വരാജ് ആണ്, ചാണക്യ അർത്ഥശാസ്ത്ര, ആൽഫ്രഡ് മാർഷൽ പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്, ആദം സ്മിത്ത് വെൽത്ത് ഓഫ് നേഷൻ. ഓക്കെ, ദെൻ അടുത്തത് എന്താണെന്ന് നോക്കിയാൽ വാട്ട് ആർ ദ ഫംഗ്ഷൻസ് ഓഫ് എ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? അപ്പോൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ്റെ പ്രസിഡന്റിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് മക്കളെ? ഫങ്ഷൻസ് ഓഫ് പ്രസിഡന്റ് എന്താണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് പ്രൈം മിനിസ്റ്റർ ആൻഡ് അതർ മിനിസ്റ്റേഴ്സ്, അപ്പോയിന്റ് ചീഫ് ജസ്റ്റിസ് ആൻഡ് ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട്, നോമിനേറ്റ് 12 members of Rajya Sabha and 2 members of Lok Sabha, act as the supreme commander of armed forces, give assent to bills passed by the parliament, declare emergency in the country if needed, take decision on mercy petitions. Okay, then അടുത്തത് എന്താന്ന് നോക്കിയേ. ആൻസർ ഇനി 2 ക്വസ്റ്റ്യൻ അല്ലേ? 14 to 16 each carry 5 score ആണ്. Explain the role of teenage in molding the social life of ancient തമിഴകം. അപ്പം എന്താ റോൾ ഓഫ് തിനകൾ അല്ലേ? സോഷ്യൽ ലൈഫിൽ ഏൻഷ്യൻ തമിഴകത്തിലുള്ള സോഷ്യൽ ലൈഫിൽ ഈ തിനകളുടെ ആ റോൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് റോൾ ഓഫ് ഫിസിയോഗ്രഫി മോൾഡിങ് ദ സോഷ്യൽ ലൈഫ് ഓഫ് തിന അല്ലേ? ടൈപ്പ് ഓഫ് തിന ഏതൊക്കെ? കുറിഞ്ചിയുണ്ട്, മുല്ലയുണ്ട്, പാലൈ, മരുതം, നെയ്താലുണ്ട് അല്ലേ? അപ്പോൾ ഈ കുറിഞ്ചി എന്താണ്? ഫിസിയോഗ്രഫി എന്താ? ഹില്ലി റീജിയൻ ആണ് കുറിഞ്ചി അല്ലേ? മുല്ലൈ ഗ്രാസ് ലാൻഡ് ആണ്, പാലൈ ഡ്രൈ ലാൻഡ് ആണ്, മരുതം എന്താ? വെറ്റ് ലാൻഡ് ആണ്, നെയ്താൽ കോസ്റ്റൽ റീജിയൻ ആണ് അല്ലേ? പിന്നെ എന്താ ഒക്യുപ്പേഷൻ എന്താണ്? ഈ കുറിഞ്ചി ഹില്ലി റീജിയനിലുള്ളത് ഹണ്ടിങ് ആൻഡ് കളക്ടിങ് ഓഫ് ഫോറസ്റ്റ് റിസോഴ്സസ് ആൻഡ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. പിന്നെ മുല്ലൈ ഗ്രാസ് ലാൻഡ് എന്താ? റിയറിംഗ് ഓഫ് കാറ്റിൽ. പാല എന്താ? ഡ്രൈ ലാൻഡ് സ്റ്റീലിംഗ് കാറ്റിൽ. മരുതം വെറ്റ്ലാൻഡ് റൈസ് ആൻഡ് ഷുഗർ കെയിൻ കൾട്ടിവേഷൻ. നെയ്താൽ കോസ്റ്റൽ റീജിയൻ ഫിഷിംഗ് ആൻഡ് സോൾട്ട് പ്രൊഡക്ഷൻ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നത് നോക്കിയേ. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു മാപ്സ്. മാപ്പുമായിട്ട് ബന്ധപ്പെട്ട് തന്നിരിക്കുന്നതാണ്. ക്ലാസിഫൈ ദ മാപ്പ് ബേസ്ഡ് ഓൺ ഫങ്ഷൻസ്. എന്താണ്? അപ്പോൾ എന്താണ്? ബേസ്ഡ് ഓൺ ഫങ്ഷൻസ് മാപ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2. ദേ ആർ ഏതൊക്കെയാണ്? ഫിസിക്കൽ മാപ്പ് ഉണ്ട് അല്ലേ? മാപ്പ് റെപ്രസെൻറ്റിംഗ് നാച്ചുറൽ ഫീച്ചേഴ്സ് ആർ കോൾഡ് ഫിസിക്കൽ മാപ്പ്. പിന്നെ കൾച്ചറൽ മാപ്സ് ഉണ്ട്. മാപ്പ് റെപ്രസെൻറ്റിംഗ് മാൻ മെയ്ഡ് ഫീച്ചേഴ്സ് ആർ കോൾഡ് കൾച്ചറൽ മാപ്സ് അല്ലേ? പിന്നെ എന്താണ് അടുത്തത് നോക്കിയേ.
മെൻഷൻ ദ യൂസസ് ഓഫ് ഗിവൺ മാപ്പിൽ ആസ്ട്രോണമിക്കൽ മാപ്പ് ഉണ്ട്, പൊളിറ്റിക്കൽ മാപ്പിന്റെയും വെതർ മാപ്പിന്റെയും ഒക്കെ എന്താണ് യൂസസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് നോക്കൂ, ആസ്ട്രോണമിക്കൽ മാപ്പ് ഫോർ ദ സ്റ്റഡി ഓഫ് സെലഷ്യൽ ബോഡീസ്, പൊളിറ്റിക്കൽ മാപ്പ് ഫോർ അണ്ടർസ്റ്റാൻഡ് ദ പൊളിറ്റിക്കൽ ബൗണ്ടറീസ്, വെതർ മാപ്പ് ഫോർ മെറ്റീരിയോളജിക്കൽ സ്റ്റഡീസ് അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് നോക്കിയേ, ഹൗ ഡിഡ് ദ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് മൗര്യ ഇൻഫ്ലുവൻസ് ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് ദ കൺട്രി എക്സ്പ്ലെയിൻ. എന്താണ്, ദ conquered regions were brought under cultivation, irrigation facilities were arranged for the development of agriculture, the development of agriculture and villages led to the development in trade, roads were established for the development of trade, trees were planted on both sides of the road, potters' rest were also erected at various places near the roads helped in having trade relations with the other places. ഓക്കെ, ഇതൊക്കെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ നന്നായി പഠിക്കുക. നിങ്ങൾ പഠിച്ച സംഭവങ്ങൾ നമ്മളിപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നന്നായി പഠിക്കുക കേട്ടോ. പഠിച്ചാൽ തന്നെ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.